കുറച്ച് ദിവസമായിട്ടാണ് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കല്ലുൻ്റെയും മക്കളുടെയും വിശേഷം ചോദിക്കണത്. അതുകൊണ്ട് ഇന്ന് പൂച്ചക്കുഞ്ഞിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന നമ്മുടെ കാത്തൂസ് പതുക്കെ പതുക്കെ വലുതായി ഇപ്പം നല്ല ഉഗ്രൻ കുറുമ്പത്തിയായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടൂന് ആദ്യം കാത്തൂസിനെ കാണുന്നത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ചീറ്റിയും കൊണ്ട് ഓടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ചേട്ടനും അനിയത്തിയും കൂടി ഭയങ്കര സ്നേഹത്തിലാണ്. മോളൊരു വിധം വലുതായ പിന്നെ കല്ലും പിന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് കേട്ടോ കൊച്ചിന് പാലൊക്കെ കൊടുക്കണത്. കണ്ടില്ലേ കിടക്കണത്. പിന്നെ നമ്മുടെ കാത്തുവാണെങ്കിൽ അത് കണ്ടില്ലേ ഭയങ്കര ജഗജാല കില്ലാടിയായിട്ടുള്ളൊരു പൂച്ചക്കുഞ്ഞാണ്. ഭയങ്കര കുറുമ്പാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ. പൊതുവെ കുറുമ്പുള്ളവരായിരിക്കുള്ളൂ. കാരണം അവരെ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും അവരുടെ. എൻ്റെ ഷോൾഡറിൽ നിന്ന് ചാടി താഴെ വീഴുന്നത് കണ്ട. അമ്മയും ചേട്ടനും കൂടി നോക്കിക്കേണ്ട അവളുടെ ഇതേപോലത്തെ കുസൃതികൾ. കുട്ടൂൻ്റെ അടുത്താണ് അവൾ ഈ പാലന്വേഷിച്ച് പോണത്. ഉറക്കത്തിൽ മറന്നു എന്ന് തോന്നുന്നത് ഇത് അമ്മയല്ലാന്ന്. മിക്ക ദിവസവും ഇതേപോലുള്ള കുറേ തമാശകളോടെ നടക്കാറുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും എനിക്ക് വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എടുത്തതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ വട്ടം വളഞ്ഞാണ്ട് കിടക്കണത്. മോൾ അതിൻ്റെ ഇടയിൽ അമ്മയും ചേട്ടനും കൂടി സൈഡിൽ ഇങ്ങനെ കിടക്കും. കൊച്ചൂസിൻ്റെ പുതിയ ബാഗ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നു. അതിനകത്ത് കിടന്നുറങ്ങാനാണ് ഇഷ്ടം. അത് എവിടെ എടുത്തു വെച്ചാലും അവളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ വരും. ഇപ്പം ഞാനതൊരു കബോർഡിൽ വെച്ച് പൂട്ടിയാണ് വെക്കണത്. അമ്മ അതേ മോള അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയാണ്. അപ്പുറത്തെ വീടെന്ന് വെച്ചാൽ അറിയാമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ കല്ലുവിൻ്റെ. അവിടുത്തെ പതുക്കെ പതുക്കെ വിളിച്ച് മോളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയാണ്. ഞാനത് അവിടെ ഇരുന്ന് കാണുകയാണ്. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ്. അവളുടെ വോയിസ് ഒന്നും ഇടാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ടി വി വെക്കലും വർത്താനവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് വോയിസ് ഇടാത്തത്. ഒരുമാതിരി കുഞ്ഞു വോയിസ് ഉണ്ടാക്കിയിട്ട് മോളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്ക് പോകാനായിട്ട്. ഒരു ദിവസം ഇതേപോലെ പോയി ഞങ്ങൾ അന്വേഷിച്ചൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലിരിക്കണം. അങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്ന് മക്കളെയൊക്കെ കണ്ടിട്ട് പോയി. ഈ പ്രാവശ്യം അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല കാണാനായിട്ട്. വന്നെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. മഴയൊക്കെ ആയിരുന്നു. പൂച്ചക്കുഞ്ഞ് എപ്പോഴും അകത്തായിരിക്കുമല്ലോ. ചേട്ടായിയുടെ വകയും ഹണ്ടിങ് സ്കില്ലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. വരുൺ ഇതേപോലെ വന്ന് ഈ കസേരയിൽ ഇരുത്തി കഴിയുമ്പോഴേക്കും പൂച്ചക്കുഞ്ഞ് അവിടെ അമ്മയുടെ കൂടെ കിടക്കുകയാണെങ്കിൽ ഇതേപോലെ ഓടി വന്നിട്ട് വരുണിൻ്റെ മടിയിൽ കയറിയിരിക്കും. എന്താണ് ഇത്ര ഭയങ്കര സ്നേഹം രണ്ടുപേരും തമ്മിൽ. വരുണ്ണാണെങ്കിൽ പൂച്ചനെ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര കാര്യമുണ്ടായി ഇവരൊക്കെ ജനിച്ചേ പിന്നെ. അങ്ങനത്തെ നമ്മുടെ കുഞ്ഞിക്കുരുപ്പ് 2 മാസം ആവാറായിട്ടുണ്ട്. ഫുഡൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.